ഹായ് ഫ്രണ്ട്സ്, ഇലക്ഷൻ വിജ്ഞാപനം ഇറങ്ങി. ഇലക്ഷൻ കമ്മീഷൻ പണി തുടങ്ങി. ആദ്യ പണി കിട്ടിയത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. അതായത് വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശം ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ചൂടപ്പം പോലെ വിറ്റുകഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഉടനടി നിർത്തണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് 2004 അന്നത്തെ BJP ഗവൺമെൻറ്, വാജ്പേയി ഗവൺമെൻറ് ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ഇലക്ഷനെ നേരിട്ടത്. 8 നിലയെ പൊട്ടി. കാരണം അടിസ്ഥാനപരമായി ഇന്ത്യ വികസിച്ചിട്ടില്ല. ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്. നിങ്ങൾക്കറിയാമോ, 8 കോടിയിലേറെ ജനങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് എന്താ? ഗ്രാമങ്ങളിൽ ഒരു ദിവസം 28 രൂപ, നഗരങ്ങളിൽ 32. സമ്പാദിക്കാനാകാത്ത ഒരു കുടുംബമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. 28 രൂപ 30 രൂപയ്ക്ക് എന്താ ഉണ്ട്? 1 കിലോ അരി കിട്ടുകയില്ല, നല്ല അരി. അപ്പോൾ പറയും, ഞങ്ങളുടെ ഭാരത് റൈസ് ഉണ്ട്. അതൊക്കെ സബ്സിഡി കൊടുത്ത് നൽകപ്പെടുന്ന സൗജന്യങ്ങളാണ് ഇലക്ഷൻ പ്രമാണിച്ച്. ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും. അരിവില മാത്രമാണോ? നിത്യോപയോഗ വസ്തുക്കളുടെ എല്ലാം വില കുതിച്ചു പായുകയാണ്. പിന്നെ ആർക്ക് ബെനിഫിറ്റ് ഉണ്ടായി? സമ്പന്നന്മാർക്ക്. അദാനി, അംബാനി, അങ്ങനെ വിരലെണ്ണാവുന്ന സമ്പന്നന്മാർക്ക് മാത്രമേ ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇന്ത്യ ഈസ് എ റിച്ച് കൺട്രി വിത്ത് പുവർ പീപ്പിൾ. ഇന്ത്യ സമ്പന്നമാണ്, പക്ഷേ ജനങ്ങൾ ദരിദ്രരാണ്. ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട വേറൊരു പ്രസ്താവനയുണ്ട്, നമ്മുടെ K. സുരേന്ദ്രൻ്റെ. അദ്ദേഹം ഇന്ന് പറഞ്ഞു, മോദി ഉള്ളത് കൊണ്ടാണ് മലയാളി കഞ്ഞി കുടിച്ചു പോകുന്നതെന്ന്. അതെന്താ, ഇത്രയും കാലം കള്ളു കുടിക്കായിരുന്നോ? സുരേന്ദ്രൻ വിടുവായി പറയുന്നു എന്നുള്ളതല്ല, വിടുവായേ പറയാറുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പരിഗണിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, 10 വർഷം കൊണ്ട് മലയാളിക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? അതാലോചിച്ചാൽ മതി. 1, അൺഎംപ്ലോയ്മെന്റ് കുതിച്ചു പായുന്നു, യുവജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. 2, ഇൻട്രസ്റ്റ് റേറ്റ്, സാധാരണക്കാരൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, 6% ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 10, 10.5 3, സബ്സിഡികളെല്ലാം എടുത്തു മാറ്റി. LPG ആണെങ്കിലും വളം സബ്സിഡി ആണെങ്കിലും എല്ലാം എടുത്തു മാറ്റി. ടാക്സ് അതിഭയങ്കരമായി വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടി സാധാരണക്കാരന് ജീവിക്കാനാവാത്ത അവസ്ഥയാണ്. എന്നിട്ടും പ്രധാനമന്ത്രി പറയുന്നു വികസിത ഭാരതം. ആര് വികസിച്ചു? എനിക്കറിഞ്ഞുകൂടാ.